നമ്മൾ ഈ ചിക്കൻ ഫാം നടത്തുന്നവര് അല്ലെങ്കിൽ മുട്ടക്കോഴി ഫാം നടത്തുന്നവര് ഇവിടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഴികൾ ചത്തുപോകും. ഈ ചത്തുപോകുന്ന കോഴിയെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ ആളുകൾ ചെയ്യുന്നത് വലിയ ടാങ്ക് കെട്ടി അതിനകത്തേക്ക് കൊണ്ട് ഇട്ടുകയാണ് ചെയ്യുന്നത്. അത് എത്ര കാലം കിടന്നാലും അതൊരിക്കലും ഡീകമ്പോസ് ആയി പോയില്ല. കാരണം അതിനകത്തേക്ക് വായു സഞ്ചാരം ചെല്ലുന്നില്ല. അതിനെ ഡീകമ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബാക്ടീരിയകളും അവിടെ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അതിരൂക്ഷമായ ഗന്ധമാണ് ഇത് തുറക്കുമ്പോൾ വരുന്നത്. അത് ശരിക്കും നമ്മളുടെ കൾച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് നമുക്ക് ഇതിനെയൊക്കെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ ജൂലൈ 2-ാം തീയതി നമ്മളുടെ ഇവിടെ വന്ന വേസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ഒരു കോഴി അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ എയർ കടക്കാത്ത ഒരു ബിന്നിനകത്ത് നമ്മുടെ കൾച്ചർ ആഡ് ചെയ്ത് നമ്മളുടെ ചകിരിച്ചോറിനകത്ത് കൾച്ചർ ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇട്ടതാണ്. ഇന്നിപ്പോ ഓഗസ്റ്റ് 11-ാം തീയതിയാണ് നമ്മൾ ഇതിനെ പുറത്തെടുക്കുന്നത്. ഇതുവരെ ഇതിനെ നമ്മൾ അനക്കിയിട്ടില്ല. ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഇവിടെ തുറന്ന്, ഞാൻ ഒരു മാസ്ക് പോലും വെച്ചിട്ടില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. നമ്മുടെ അനേറോബിക് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ കൾച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത്. ഇത് ഇനി ഡീകമ്പോസ് ചെയ്യാനുള്ളത് ഇതിന്റെ ഫെദർ മാത്രമാണ്. അതിന്റെ അസ്ഥി നിങ്ങൾക്ക് കാണാം. ആ ഫുൾ ചിക്കനാണ് നിങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇട്ടത്. അതിനകത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചിക്കന്റെ ഇതുണ്ട്. ആ ഒരു പല അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നമ്മുടെ കൾച്ചറിന്റെ ഒരു പവർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അനേറോബിക് ആയിട്ട് ഒരു വായുവും കടക്കാത്ത രീതിയിലുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ കമ്പോസ്റ്റിംഗ് ചെയ്തത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്, ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മളുടെ കൾച്ചർ ആഡ് ചെയ്തിട്ടുള്ള ഉമിക്കരി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 1 മാസവും 10 ദിവസവും, അതായത് 40 ദിവസം കൊണ്ട് നമുക്ക് ഈ രീതിയിലൊരു റിസൾട്ട് കിട്ടി. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളുടെ ഇറച്ചിക്കോഴി വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചിക്കന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ കമ്പോസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ വേസ്റ്റിനെ, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി തീരുന്ന ഏറ്റവും ദുർഗന്ധമുള്ള ഈ വേസ്റ്റിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പോസ്റ്റ് ആക്കി വളമാക്കി അതിനെ ഒരു വരുമാനമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ ശരിക്കും ഈ ഒരു കൾച്ചർ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതാണ് ഈ ഒരു കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു ചിക്കൻ 40 ദിവസം കഴിഞ്ഞ് ഡീകമ്പോസ് ആയതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ദുർഗന്ധവും ഇല്ലാതെ ചിക്കൻ വേസ്റ്റിനെ കമ്പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ഈസി കമ്പോസ്റ്റർ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് മാത്രമല്ല, ഇതിനെ ഒരു വരുമാനമാക്കി മാറ്റുകയും കൂടെ ചെയ്യാം. നമുക്കൊരു വളമായിട്ട് കമ്പോസ്റ്റ് ആക്കി നിങ്ങൾക്കൊരു വരുമാനമാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.